الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قال تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സൂറത്തുൽ അഹ്ഖാഫിലെ ഒരു വചനമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകൾ. പ്രഖ്യാപനം മതിയോ? പോരാ. പിന്നീട് ജീവിതം അതനുസരിച്ച് ക്രമപ്പെടുത്തിയവർ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖമില്ല, അവർ ഭയപ്പെടുന്നവരുമല്ല. അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥ മുഅ്മിനുകൾ എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ മലവെള്ളപ്പാച്ചിലിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയ കുറച്ച് നോട്ടുകെട്ടുകൾ, കുറച്ച് സ്വർണങ്ങൾ, ഇതൊക്കെ അവർ സൂക്ഷിച്ചു വെച്ചതായിരുന്നു. അങ്ങനെ നമ്മളും സൂക്ഷിച്ചു വെക്കണം, സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് നമ്മളുടെ ഉദ്ദേശം? അവകാശികൾക്ക് കൊടുക്കാത്തതുണ്ടാവും, മറ്റുള്ളവരുടേത് ചൂഷണമായി നമ്മളുടെ ബാങ്കിലോ അക്കൗണ്ടിലോ കയ്യിലോ വന്നതുണ്ടായിരിക്കും. സ്വർണ്ണ നാണയങ്ങളാകാം, പലിശ അതുകൊണ്ട് നേടിയെടുത്ത കോടികളുടെ വാഹനമാകാം. ഇങ്ങനെ പലതും നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഉരുൾപൊട്ടലിലൂടെ, ഒരു കുത്തൊഴുക്കിലൂടെ എല്ലാം നശിച്ച്
ഒന്നും കയ്യിലില്ലാത്ത, വീടില്ല, അവശേഷിക്കുന്ന പലരുടെയും അവസ്ഥ വീടില്ലാത്ത, സമ്പത്തില്ലാത്ത, സൗകര്യങ്ങളില്ലാത്ത, സന്താനങ്ങൾ പോലും മരിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ രംഗങ്ങൾ അതിന് നമ്മൾ സാക്ഷികളാണ്. ഈ സൗകര്യം എപ്പോൾ ഇല്ലാതെയാകും? വളരെ സന്തോഷത്തോടെ കിടന്നുറങ്ങുകയാണ്. എപ്പോൾ ഇല്ലാതെയാകും? അതാണ് വിഷയം. ഈ നിലക്ക് അതേത് സമയത്തും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം, ഇല്ലാതെയാകാം. എന്താണ് ആ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക്? അവരുടെ സമ്പത്തുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, സൗകര്യങ്ങളുണ്ടായിരുന്നു, വാഹനമുണ്ടായിരുന്നു, അതുപോലെ തന്നെ പൊന്നുണ്ടായിരുന്നു. ഇതൊക്കെയുണ്ട്. അവരുടെ ശരീരം അങ്ങനെ തന്നെ ഭൂമിയിലേക്ക് ലയിച്ചുപോയി. ചിലരുടെ കഷ്ണങ്ങളൊക്കെ കിട്ടി, ചിലരുടേത് ഫുള്ളായി കിട്ടി. ഇന്നും തെരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഒരു മനുഷ്യന് ബാക്കിയാകുന്നത്? ഈ മലവെള്ളപ്പാച്ചിൽ വരുന്നതിന്റെ മുമ്പ് അയാൾ എന്ത് അമലുകൾ ചെയ്തുവോ, അള്ളാഹുവിന്റെ നിയമം എങ്ങനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചുവോ, അത് മാത്രമാണ് അത്തരം മനുഷ്യരായ ആളുകൾക്ക് ബാക്കി ഉണ്ടാവുക. ഇത് തന്നെയാണ് നമ്മളോടും ഖുർആൻ പറയുന്നത്, ഹദീസ് പറയുന്നത്. നബി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ. പടച്ചോനെ, ദുനിയാവിനെ ഏറ്റവും ജീവിതത്തിലെ ദുനിയാവ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യമാക്കരുത് റബ്ബേ. മറ്റൊരു പ്രാർത്ഥനയിൽ എന്താ? അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. കാര്യങ്ങളുടെ ബേസ് ആണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ദീനാണ്. അത് എൻ്റെ കാര്യങ്ങളുടെ പര്യവസാനം. എങ്ങനെ ഞാൻ തിരിഞ്ഞു മറിഞ്ഞു വന്നാലും ദീനിൽ ഞാനത് ചെയ്തത് തെറ്റല്ല. ദീനിയായിട്ട് ആ വിഷയം ഞാൻ ചെയ്തത് ശരിയാണ്. എൻ്റെ നടത്തം, എൻ്റെ ഇരുത്തം, എൻ്റെ സംസാരം, എൻ്റെ കച്ചവടം, എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അത് റെഡിയാണ് എന്ന ഒരു ധൈര്യത്തോടു കൂടിയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ജീവിക്കേണ്ടത്. റസൂലുള്ളാഹി പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. നിന്റെ അനുഗ്രഹം നീങ്ങിപ്പോകുന്നത് ഏതവസരത്തിലാണെന്ന് എനിക്കറിയില്ല റബ്ബേ. അതുകൊണ്ടത് നീ നീക്കരുത്. അതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. വതഹവ്വുലി ആഫിയതിക. നീ നൽകിയ ആരോഗ്യം, ഒരു കൈ മുറിഞ്ഞ്, ഒരു കാൽ മുറിഞ്ഞ്, അല്ലെങ്കിൽ ഒരു ഭാഗം സ്ട്രോക്ക് വന്ന് ഞാൻ തളർന്നു പോകുന്ന ആ അവസരമായി തീരരുത് റബ്ബേ. ആഫിയത്ത് നീ നിലനിർത്തണേ. വഫുജഅതി നഖമിക വജമീഇ സഖതിക. ഇനി പറഞ്ഞതാണ് ഒന്നുകൂടി ഗൗരവം. എന്താ? പെട്ടെന്നുള്ള ശിക്ഷയോ പരീക്ഷണമോ വരുന്നതിൽ നിന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടതാ. എപ്പോഴും വന്നേക്കാം, ഏത് വിധത്തിലാന്ന് പറയാൻ പറ്റൂല. വീട്ടിൽ നിന്ന് ഭാര്യയോട് സലാം പറഞ്ഞ് ഇറങ്ങിപ്പോയ മനുഷ്യൻ, ആരോ ഒരു ഫോൺ കോൾ, നിങ്ങളുടെ ഭർത്താവ് ഇതാ വഴിയിൽ വീണ് കിടക്കുന്നു, അയാൾ അർദ്ധ ബോധത്തിലാണ്. അയാളുടെ ഫോൺ എടുത്ത് പരിചയമുള്ള ആള് ഭാര്യയുടെ നമ്പർ മനസ്സിലാക്കി വിളിച്ചതാണ്. എന്തേ പറ്റിയത്? അയാൾക്ക് പെട്ടെന്ന് അള്ളാഹു നൽകിയ അനുഗ്രഹം ഇല്ലാതായി. അതുകൊണ്ട് തന്നെ ആ നിലക്കൊരു മുഅ്മിനായ മനുഷ്യൻ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പക്ഷേ ഇവിടെയും അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന ഭാഗം വിട്ടുകളയുകയും, സിയമ്മാണ് പടച്ചോൻ എന്ന നിലക്ക് മനുഷ്യർ ആ സൃഷ്ടാവിനെ വിട്ട് സൃഷ്ടികളെ ദൈവമാക്കുന്ന മുഅ്മിനുകളായ അല്ലെ മുസ്ലിം നാമധാരികളായ ആളുകളും അതിന് ഓശാന പാടുന്ന പണ്ഡിതന്മാരും അത് തന്നെയാണ് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകിയത്. ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറഞ്ഞിരിക്കുന്ന അന്ത്യദിനത്തിൽ വരുന്ന ദജ്ജാലുകളുടെ കൂട്ടത്തിൽ കള്ളന്മാരായ, മനുഷ്യരെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന, വിശ്വാസ ആചാര സംസ്കാരങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരുപാട് ദജ്ജാലുകൾ വരുമെന്ന്. ആ ദജ്ജാലുകളാണ് ഇന്ന് ലോകത്ത് മുസ്ലിം സമുദായത്തിൽ തന്നെ
ഏറ്റവും വലിയ അപകടം. വിലായത്ത് അവർ അവകാശപ്പെടും. വിലായത്തിനെ സംബന്ധിച്ചിടത്തോളം, കറാമത്തിനെ സംബന്ധിച്ചിടത്തോളം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താ? ഒരാൾ പച്ചവെള്ളത്തിന്റെ സമുദ്രത്തിന്റെ മീതെ നടന്നു നീങ്ങുന്നത് കണ്ടാൽ നിങ്ങൾ അത് വിശ്വസിക്കരുത്, കറാമത്താണെന്നും വിലായത്താണെന്നും വിശ്വസിക്കരുത്. അങ്ങനെ ആ വലിയനെ വിശ്വസിക്കണമെന്നതോ ആ നിലക്ക് വിലായത്ത് കറാമത്ത് പ്രകടമാക്കണമെന്നതോ അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമല്ല, അയാൾ കള്ളനാണ്. ഇത്രമാത്രം ആ മദ്ഹബിന്റെ അത് അംഗീകരിച്ച് ജീവിക്കുന്ന ആൾക്കാരോട് ആ ഇമാമ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതാണ് ഖുർആന്റെയും ഹദീസിന്റെയും ഒക്കെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ മുഅ്മിനുകളായ ആളുകൾ ഇത്തരത്തിലുള്ള ഏത് കാര്യങ്ങൾ ഈ ഭൂലോകത്ത് മനുഷ്യൻ അവനെ വഞ്ചിക്കാൻ വേണ്ടി വേറൊരാൾ ചെയ്താലും അതിൽ വീണു പോകുന്ന ആളല്ല. ദജ്ജാലിന് ഇതിനേക്കാൾ വലിയ കഴിവുകളുണ്ട്. ആ കഴിവുകളെ സംബന്ധിച്ച്, അവൻ വരുന്നതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. കൈകാലുകൾ ആമം വെച്ച നിലയിലാണ് പുറത്തു വരിക. അലാ ഇന്ന മസീഹദ് ദജ്ജാൽ അഅ്വറുൽ ഐനിൽ യുംന. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, വലത് കണ്ണ് കോങ്കണ്ണനാണ്, കാഴ്ചല്ല. എന്നാൽ ഇടത് കണ്ണ് അതുകൊണ്ട് മാത്രം അല്പം കാണുന്ന ആളായിരിക്കും. മറ്റൊന്ന് റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നത് ഇന്നഹു ശാബുൻ ഖത്തത്ത്, യുവാവാണ്, പക്ഷേ മുടി ജട പിടിച്ച അവസ്ഥയിലാണ്. ഇതൊക്കെ ശത്രുക്കളായ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവര് ആ ദജ്ജാലിന്റെ വരവിനെ കാത്തിരിക്കുന്നവരും ആ ദജ്ജാലിനെ ഉപയോഗപ്പെടുത്തി മുസ്ലിങ്ങളെ നശിപ്പിക്കണമെന്നത് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡോളറുകളിലും മറ്റും ഒറ്റ കണ്ണ് പ്രത്യക്ഷപ്പെട്ട ഡോളർ നമുക്ക് കാണാം. എവിടുന്ന് കിട്ടിയതായത്? ആ വിശ്വാസത്തിന്റെ ബാക്കിയാണത്. അത് ആ വിശ്വാസം, അതായത് ദജ്ജാലിനെ പോലെ ദജ്ജാൽ വരുമ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങളെ അംഗീകരിക്കാൻ പറ്റുന്ന തെമ്മാടികളും വൃത്തികെട്ട ആളുകളുമാക്കി മാറ്റുക എന്ന നിലയിൽ സമൂഹത്തെ റെഡിയാക്കിയെടുക്കുന്ന പണിയിലാണ് അവര്. അതിന്റെ ഭാഗമാണ്. കണ്ടില്ല നമ്മളെ മക്കളൊക്കെ ജട പിടിച്ച മുടി എവിടുന്ന് കിട്ടിയതായത്? ശത്തത്ത്. ഹദീസിൽ വന്നിരിക്കുന്ന ഷാബുൻ ഖത്തത്ത്, ശത്തത്ത് എന്ന ഖുർആൻ ഹദീസ് പ്രയോഗിച്ച ജട പിടിച്ച മുടി. ആരാണിത് പഠിപ്പിച്ചത്? ഇസ്ലാമില് മുടിക്ക്, വേഷത്തിന്, എല്ലാറ്റിനും കൃത്യമായ നിർദ്ദേശങ്ങളും സംസ്കാരവും ഉണ്ട്. ആ സംസ്കാരത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ച് കളയാനും പിശാചിന്റെ ദുർബോധനം വഴി നമ്മളെ ആ ദജ്ജാലിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാനുമുള്ള അതിശക്തമായ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. നമ്മളെ വസ്ത്രം ഏതാ ധരിക്കേണ്ടത്? ഞാനാ തീരുമാനിക്കുന്നത്? നിങ്ങളാ തീരുമാനിക്കുന്നത്? അല്ല, അവിടേക്ക് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നു. നാണം മറയാനും മനുഷ്യന്റെ ഇടയിൽ മാന്യമായ വസ്ത്രമായി തീരാനും മനുഷ്യത്വം നിലനിർത്തുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാനും ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് വിട്ട് ഭക്തുകളെ പോലെ വസ്ത്രം രൂപത്തിൽ നടക്കുന്ന കുറെ സ്ത്രീകളും അതിനനുസരിച്ച് വസ്ത്രത്തിന്റെ കാര്യത്തിൽ യാതൊരു ലൈസൻസും ഇല്ലാതെ മൈ ലൈഫ് മൈ ചോയ്സ് എന്ന് പറയുന്നില്ലേ, എന്റെ ജീവിതം എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ആ നിലപാട് ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ന്യൂ ആ ജനറേഷനിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ അത്തരക്കാരായ ആളുകൾ ഉണ്ടാക്കി തീർക്കുന്ന ദജ്ജാലിനെ സ്വീകരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന വശമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. നബി പറഞ്ഞ മറ്റൊരു അടയാളം എന്താ? ബൈന ഐനൈഹി മക്തൂബൻ കാഫിറുൻ ഔ കഫറ. കണ്ണുകൾക്കിടയിൽ കാഫിർ അല്ലെങ്കിൽ കഫറ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നബി പറഞ്ഞു യഖറഉഹു കുല്ലു മുഅ്മിനുൻ കാതിബുൻ ഗൈറു കാതിബ്. വായന അറിയുന്ന ആളും അറിയാത്തവനുമായ മുഴുവൻ മുഅ്മിനും അത് വായിക്കും. അയാൾക്കത് മനസ്സിലാക്കാൻ കഴിയും കാഫറാണ് എന്നുള്ളത്. കാരണം റബ്ബാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മാസ്മരികത പച്ചയിൽ കാണിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി തന്നെ നമ്മൾ പറഞ്ഞത് അത് വിശ്വസിക്കരുത്. പക്ഷെ അതുണ്ടായ ആൾക്കാർ അവിടെ കിടന്ന് ഷഹീദാവും. അതുകൊണ്ട് കൃത്യമായി നബി അത് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കാഫിറായ എഴുത്തറിയുന്ന ആളുകൾക്ക് വായിക്കാൻ കഴിയൂലെന്നും മുഅ്മിനായ
എഴുത്തും വായന അറിയാത്തവർക്ക് പോലും വായിക്കാൻ കഴിയുമെന്നും. വ്യത്യാസം മനസ്സിലായോ? ആ നിലക്കുള്ള സാഹചര്യം റബ്ബ് ഒരുക്കൂ. നബി പറഞ്ഞു മഅഹു ജന്നത്തും വനാർ, അവന്റെ കയ്യിൽ സ്വർഗം ഉണ്ടാവും, നരകം ഉണ്ടാവും. പിന്നെയോ എന്നിട്ട് നബി പറഞ്ഞത് അവന്റെ സ്വർഗം എന്ന് പറയുന്നത് നരകമാണ്, അവന്റെ നരകം എന്ന് പറയുന്നത് സ്വർഗമാണ്. അന അഅലമു ബിമാ മഅദ്ദജാലി മിൻഹു മഅഹു, ഞാനാണ് ദജ്ജാലിന്റെ കൂടെ എന്ത് കാര്യമുണ്ട് എന്ന് നിങ്ങളെക്കാളൊക്കെ അറിയുന്ന ആളെന്ന് റസൂൽ പറയുന്നു. നഹ്റാനി യജ്രിയാനി അഹദുഹുമാ റഅയുൻ റഅയുൽ മഅൈനി മാഉൻ അബിയദ്, ഒരു രണ്ട് നദി കാണാം, രണ്ട് നദിയിൽ ഒരു നദി അത് ശുദ്ധമായ വെള്ളമാണ്. വൽ ഉഖ്റ റഅയുൽ ഐൻ, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മറ്റേ നദി നാറുൻ തഅജ്ജത്ത്, തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന തീയാണ്, ചൂടാണ്. എന്നിട്ടോ ഫഅമ്മാ അദ്റകന അഹദുകും ഫഇന്നഹു മാഉൻ ബാരിദ്, മുഅ്മിനുകളായ ആളുകളോട് മുൻകൂട്ടി തന്നെ അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയാണ്, നിങ്ങളത് കണ്ടാൽ, മുഅ്മിനായ മനുഷ്യൻ കണ്ടാൽ തിളച്ചു മറിയുന്ന നദിയെ സംബന്ധിച്ച് അയാൾ മനസ്സിലാക്കേണ്ടത് അത് തണുത്ത ശുദ്ധജലമാണ്, ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് കുടിക്കാം, തല താഴ്ത്തി കുടിക്കട്ടെ എന്നൊക്കെ. ഇതൊക്കെ സഹീഹായ ഹദീസുകളിൽ വന്നതാണ്. കബളിപ്പിക്കും, ഒരുപാട് ശിങ്കിടികൾ അവന്റെ കൂടെ ഉണ്ടാകും. 70,000-ഓളം യഹൂദികളായിരിക്കും അവന്റെ കൂടെ ഉണ്ടാകുന്ന ഒന്നാമത്തെ ആൾക്കാർ. രണ്ടാമത്തെ ആളുകളോ തുർക്കികൾ ഉണ്ടാകും. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. വിശദീകരിച്ച് ഹദീസ് പറയാൻ ഉദ്ദേശിക്കുന്നതിൽ വല്ല അഅറാബു വന്നിസാഉ അല്ലാത്തി, ഒരു വിവരവുമില്ലാത്ത കുറെ ഗ്രാമീണരായ നാട്ടുമ്പുറത്തുകാരായ നാടന്മാരായ ആൾക്കാർ, കുറെ സ്ത്രീകൾ ഉണ്ടാവും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫയകൂന അക്തറു മൻ യഖ്റുജു ഇലൈഹി നിസാ, സ്ത്രീകളാണ് അതിലേക്ക് അധികവും പാഞ്ഞു ചെല്ലുക അവന്റെ അടുത്തേക്ക്. എന്നിട്ട് നബി പറഞ്ഞിരിക്കുന്നത്, ആണുങ്ങൾ വീട്ടിൽ നിന്ന് ഉമ്മയെ, സഹോദരിയെ, ഭാര്യയെ തുടങ്ങിയ സ്ത്രീ സമൂഹത്തെ മുഴുവനും വീട്ടിൽ ഓടി വന്ന് തടയും, കെട്ടിയിടും, പോകരുത് എന്ന് പറയും. കാരണം അവർ പോകും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഏതൊരു അന്ധവിശ്വാസ അബദ്ധ ജടിലമായ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവിടെ കമഴ്ന്നു വീഴുന്നത് സ്ത്രീകളായിരിക്കും. എന്തൊരു അത്ഭുതമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തെല്ലാം രംഗങ്ങൾ നമ്മൾ കാണുന്നു. അന്യപുരുഷന്മാരായ ആളുകൾ ഈ രോഗശാന്തി തേടി അവരുടെ അടുക്കൽ ചെല്ലുന്നത് 99.25% സ്ത്രീകൾ. അവരെ ഇവർ ഉപയോഗപ്പെടുത്താത്ത ഒരു വശമില്ല. അതൊക്കെയും കണ്ടിട്ടും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ യാതൊരു തരത്തിലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആ ദജ്ജാലിന്റെ അടുക്കലേക്ക് ഓടുന്നത് സഹോദരിമാരായിരിക്കും, സ്ത്രീകളായിരിക്കുമെന്ന്. ദിമസ്കിന്റെ ഭാഗത്തുനിന്ന് ആണ് ദജ്ജാൽ പുറപ്പെടുക എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. എന്നിട്ടോ മുഅ്മിനുകളായ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവർ അതിൽ നിന്ന്, ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഓടി മലശിഖരങ്ങളിലേക്ക് രക്ഷപ്പെടുകയും ചെയ്യും. മുഅ്മിനുകളെ പറ്റി റസൂൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു മുഅ്മിനായ ആള് പുറപ്പെടും. അപ്പൊ അയാൾ എത്തിപ്പെടുന്നത് ദജ്ജാലിന്റെ കിങ്കരന്മാരുടെ അടുത്തേക്ക്. അവർ ചോദിക്കും, എന്താ വന്നത്? നീ ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിട്ടില്ലേ? കണ്ടോ, റബ്ബാണെന്ന് അവൻ അവകാശപ്പെടും. അപ്പൊ ഈ മുഅ്മിനായ മനുഷ്യൻ പറയും, ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. അവമാ തുഅ്മിനു ബി റബ്ബിന, ഒരിക്കലും വിശ്വസിക്കൂല. കാരണം ഫയഖൂലു മാ ബി റബ്ബിന, അയാൾ പറയുന്നത്, എന്റെ റബ്ബ്, ഞങ്ങളുടെ റബ്ബ് ലോകരക്ഷിതാവാണ്, അവൻ ഒരു നിലക്കും പോരായ്മകളുള്ളവനല്ല. മനസ്സിലായോ? ദജ്ജാലിന് 100% പോരായ്മ ഉണ്ടല്ലോ, ആ പോരായ്മ എന്റെ റബ്ബിലില്ല. ഇത് കേൾക്കേണ്ട താമസം കൊല്ലടാ, അവനെ കൊല്ലു എന്ന് പറയുന്നു. പക്ഷേ കൂട്ടത്തിലുള്ള വേറെ കുറച്ച് ആളുകളെ തടഞ്ഞുകൊണ്ട് അവർ പറയുന്നു, നമ്മളുടെ റബ്ബ് ദജ്ജാൽ നമ്മളോട് പറഞ്ഞിട്ടില്ലേ എന്റെ അനുവാദം കൂടാതെ ആരെയും കൊല്ലരുതെന്ന്. അങ്ങനെ അവര് ഇയാളെ പിടിച്ച് നേരെ ദജ്ജാലിന്റെ മുമ്പിൽ ഹാജരാക്കുന്നു, ആ മുഅ്മിനായ മനുഷ്യനെ. അപ്പോ ദജ്ജാല് അയാളെ കാണുമ്പോ ദജ്ജാല് ചോദിക്കാണ്, നീ അവമാ തുഅ്മിനു ബി, എന്നെ വിശ്വസിക്കുന്നില്ലേ?
ഇല്ല. കാരണം അന്തൽ മസീഹുദ് ദജ്ജാൽ, ഇത് പറയാൻ കഴിയുമെങ്കിൽ മുഅ്മിനായ മനുഷ്യനെ കഴിയും. അയാൾ പറയും, വെട്ടി തുറന്ന് പറയും, നീ ദജ്ജാൽ മുഅ്മിനല്ല, കള്ള ദജ്ജാലാണ്, ഞാൻ മുഅ്മിനായ മനുഷ്യനാണ്, എന്നിൽ വിശ്വസിക്കുന്ന പ്രശ്നമില്ല. ഇത് കേൾക്കേണ്ട താമസം ഫയൂമഉ ബിഹി, അയാളുടെ കാര്യത്തിൽ കൽപ്പിക്കപ്പെടുന്ന ദജ്ജാല്. എന്തിന്? അയാളെ വധിക്കാൻ വേണ്ടി ഒരു മൂർച്ചയുള്ള വാള് കൊണ്ടുവരാൻ. എന്നിട്ട് അവൻ ആ മനുഷ്യനെ നേർപകുതിയാക്കി രണ്ട് പിളർപ്പാക്കി മാറ്റും. ആ പിളർപ്പിന്റെ ഇടയിൽ അവൻ അങ്ങനെ സഞ്ചരിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഫയഖൂലു, അവൻ പറയും, എഴുന്നേൽക്കുന്ന പറയും. ഫയസ്തവി ഖായിമാ, അവൻ എഴുന്നേറ്റ് നിൽക്കും. ഈ മുഅ്മിനായ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കും. വീണ്ടും ദജ്ജാലിന്റെ ചോദ്യം, അഫതുഅ്മിനു ബി, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ റബ്ബാന്നുള്ളത്? വിശ്വസിച്ചൂടെ? ഉടനെ തന്നെ മുഅ്മിനായ മനുഷ്യൻ വീണ്ടും അതേ രൂപത്തില് മദ്ദത്തു ബിഹി ഇല്ലാ ബസീറാ, എനിക്ക് ഇപ്പൊ ഒന്നുകൂടി ബോധ്യപ്പെട്ടു, എന്റെ രക്ഷിതാവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയ ഒറിജിനൽ ആളായ ദജ്ജാൽ നീയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്നിട്ട് ആ മുഅ്മിനായ മനുഷ്യൻ പറയും, ആരും ഭയപ്പെടണ്ട, എന്നെ അല്ലാതെ മറ്റൊരാളെയും ഇതുപോലെ ചെയ്യാൻ അയാൾക്ക് കഴിയില്ല. ഇത് പ്രഖ്യാപിക്കുന്നതോടുകൂടെ ദജ്ജാൽ ആളെടുത്ത് ഫയുജഅലു മാ ബൈന റുകബതിഹി ഇലാ തർഖൂതിഹി നുആസം ഫലാ യസ്തതിഉ സബീലാ, ഇയാളെ അറുത്ത് കഷ്ണമാക്കാൻ വേണ്ടി വാളെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്റെ കഴുത്ത് മുതൽ താടി വരെ, കാലിന്റെ ഇടയിൽ വരെ, താഴ്വാരം വരെ ചെമ്പ് ആക്കി മാറ്റും. ഒരുപാട് പ്രാവശ്യം ഇവൻ അറുത്തു വെക്കും, പറ്റൂല, ഒരു നിലക്കും അത് സാധ്യമല്ല. അവസാനം സാധിക്കാതെ വരുമ്പം വഷളാകുമ്പോ ഫയഖുദു ബിയദൈഹി വരിജ്ലൈഹി ഫയഖുദുഫുഹു ഇലന്നാർ, തകർന്ന് വഷളത്തരത്തിലെത്തി. അപ്പൊ കൈകാലുകൾ പിടിച്ച് ആളുകളോട് അവന്റെ ദജ്ജാലിന്റെ നരകത്തിലേക്ക് ഇടാൻ പറയും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നമാ ഉൽഖിയ ഫിൽ ജന്ന, അയാള് നേരെ ചെന്നു പതിച്ചത് സ്വർഗത്തിലാണ്. കാരണം ഓന്റെ നരകം സ്വർഗമാണ് എന്ന് നബി പറഞ്ഞിട്ടുണ്ടല്ലോ. ഹാദാ അഅ്ളമുൻ നാസി ശഹാദതൻ ഇൻദ റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ലോകത്തുള്ള എല്ലാ ശുഹദാക്കളിലും ഏറ്റവും ഉത്തമനായ ആള് ഈ മനുഷ്യനാകുന്നു. മനസ്സിലായോ? അങ്ങനെ ഒരു നിലക്കും ആ ദജ്ജാലിൽ വിശ്വസിക്കാത്ത ഒറിജിനലായ പടച്ചവനിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തന്റെ വിശ്വാസം മുറുകെ പിടിക്കുന്നവനായിരിക്കും സത്യവിശ്വാസി. ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയോ ആ ദജ്ജാല് ചുറ്റി സഞ്ചരിക്കും. ഇല്ല മക്കത്തവ തൈബ, നമ്മൾ പറഞ്ഞല്ലോ, മക്കയിലും തൈബയിലും ഒഴികെ മറ്റൊരു ഹദീസില് മസ്ജിദുൽ അഖ്സ, അതുപോലെ മസ്ജിദ് തൂർ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും കാണാം. ഇങ്ങനെ 4ഓളം പള്ളികളിലും അതിന്റെ ഏരിയയിലും അവന് നടക്കാൻ സാധ്യമല്ല എന്ന്. അങ്ങനെ മക്കയുടെ ഓരത്ത് മദീനയുടെ ഓരത്ത് ഉഹദിൽ എത്തിക്കഴിഞ്ഞ് ആ മലയിൽ കയറി നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറയും, ആ തറവുൻ ഹാദൽ ഖസ്റൽ അബിയദ്, ഈ വെളുത്ത കൊട്ടാരം നിങ്ങൾ കാണുന്നില്ലേ? അവന്റെ കൂടെയുള്ള ആളുകളോട്, ഹാദാ മസ്ജിദു അഹ്മദ, ഇതാണ്, ഈ വെള്ള കൊട്ടാരമാണ് മുഹമ്മദിന്റെ പള്ളി. മനസ്സിലായോ? ഏത് പള്ളിയിൽ നിന്നാ റസൂൽ അത് പറയുന്നത്? 5 മുഴം പൊക്കമുള്ള ഈത്തപ്പന മട്ടലാൽ അതിന്റെ ഓലകളാൽ കൊണ്ട് മേയപ്പെട്ട മച്ചുണ്ടാക്കിയ, ഒരു മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന, സുജൂദ് ചെയ്താൽ നെറ്റിത്തടങ്ങളിൽ ചളി പുരളുന്ന, ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു വെള്ളക്കൊട്ടാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിലാണ് റസൂലുള്ള പറയുന്നത്. മനസ്സിലായോ? ആ റസൂലുള്ള പറഞ്ഞത് അങ്ങനെ തന്നെ പുലർന്നു എന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാമല്ലോ. അങ്ങനെ ആ പള്ളിയാണിത് എന്ന് അവൻ അവിടെ നിന്ന് വിളിച്ചു പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
സഹാബി പറയുന്നുണ്ട്, നബി ദജ്ജാലിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഞങ്ങൾ ഈത്തപ്പന തോട്ടത്തിലായിരിക്കെ പറഞ്ഞു. അത് കേട്ട് ഞങ്ങളായ ആകെ അത് പറഞ്ഞ് റസൂൽ പോയി. തിരിച്ചു വരുമ്പോ ഞങ്ങളുടെ മുഖത്ത് മ്ലാനത, ഭയം ഇത് കണ്ടപ്പോൾ റസൂൽ ചോദിച്ചു, മാ ശഅ്നുക്കും, എന്താ നിങ്ങൾക്ക് പറ്റിയത്? റസൂലെ, അങ്ങ് ഇത് വിശദീകരിച്ച് പോയപ്പം ഞങ്ങൾ മനസ്സിലാക്കി ഈ ഈത്തപ്പന തോട്ടത്തിൽ എങ്ങാനും ആ ദജ്ജാൽ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾ ഭയപ്പെട്ടു പോയി നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ് വരുന്നതെങ്കിൽ ഞാൻ അവനെ തടഞ്ഞുകൊള്ളും. പിന്നെയോ അതല്ല, ഞാൻ മരിച്ച ശേഷമാണ് ദജ്ജാൽ വരുന്നതെങ്കിൽ കുല്ലുംറിഇൻ ഹദീദുൻ അലാ നഫ്സിഹി, ഓരോരുത്തരും അവനവന്റെ നഫ്സിനെ സുരക്ഷിതമാക്കട്ടെ, ഉറപ്പാക്കട്ടെ. ഇവിടെയാണ് നമ്മളും ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഏതവസരത്തിലും വരുമ്പോൾ ഏത് പരീക്ഷണത്തെയും നേരിടാനുള്ള ചങ്കൂറ്റമുള്ള, ഈമാനുള്ള, കൽബുറപ്പുള്ള ആളുകളായിരിക്കണം നമ്മൾ. ഒരു നിലക്കും പതറിപ്പോകാത്ത മനസ്സിന്റെ ഉടമകള്. അത് ഭരണാധികാരികളുടെ തലത്തിലാകട്ടെ, നാട്ടുകാരുടെ തലങ്ങളിൽ നിന്നാകട്ടെ, ഗൈബറിന്ന് പ്രചരിപ്പിക്കുന്ന ഔലിയാക്കളുടെ കള്ളത്തരങ്ങൾ വിളമ്പിക്കൊണ്ടുള്ള പണ്ഡിതന്മാരുടെ ലോകത്താകട്ടെ, എപ്പോഴായിരുന്നാലും ഒറ്റക്ക് നിന്ന് പടപൊരുതാൻ നമുക്ക് കഴിയണം. വിശ്വാസരംഗത്ത് ഉറച്ചു നിൽക്കാൻ കഴിയണം. എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരി, അവര് വലിയൊരു ഭ്രഷ്ടിലാണ്. എന്താ? അവരുടെ കുടുംബത്തിൽ ഈ തൗഹീദ് അംഗീകരിച്ചവർ മാത്രമേ ഉള്ളൂ. അതിന്റെ പേരിൽ അവർ ഈ ശിർക്കൻ പരിപാടികൾക്ക് ജാറം മൂടാൻ പോകാത്തതിനാൽ കുടുംബത്തിൽ ബഹിഷ്കരണം, അതുപോലെ തന്നെ കുത്രാത്തീപിന് പങ്കെടുക്കാത്തതിനാൽ കുടുംബത്തിൽ പ്രശ്നങ്ങള്, ഭർത്താവിന് പോലും വെറുപ്പ്, അങ്ങനെ വളരെ അസഹ്യമായ നിലയിൽ ക്ഷമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സംഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്താ, അങ്ങനെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അല്ല മാർഗം എന്താ? അത്തമസ്സുക് ബിൽ ഇസ്ലാം, ഖുർആനിനെ, ഇസ്ലാമിനെ മുറുകെ പിടിക്കുക. അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളെ സംബന്ധിച്ച് കൃത്യമായ ബോധമുണ്ടാവുക. ദജ്ജാൽ, അള്ളാഹു ദജ്ജാൽ തമ്മിലുള്ള മാറ്റം, അവൻ എന്തത്ഭുതങ്ങൾ കാണിച്ചാലും റബ്ബ് മുനസ്സഹുൻ, ഈ ദുനിയാവിലെ എല്ലാ വിഷയങ്ങളിൽ നിന്നും മുക്തനായി ആവശ്യമില്ലാത്ത ഗനിയാണ് പടച്ച തമ്പുരാൻ. എന്നാൽ ദജ്ജാൽ ഭക്ഷിക്കുന്നു, കുടിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക. മറ്റൊന്ന്, അവൻ കോങ്കണ്ണനല്ല, അള്ളാഹു കോങ്കണ്ണനല്ല എന്ന് പോലെയുള്ള പറഞ്ഞ കാര്യങ്ങൾ. മറ്റൊന്ന് മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, അവന്റെ ശർറിൽ നിന്ന് ബോധപൂർവം അഭയം തേടുക അള്ളാഹിനോട്. പിന്നെ വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫിന്റെ 10 ആയത്തെങ്കിലും ഓതുക. വെള്ളിയാഴ്ച എന്നില്ല, അല്ലാത്ത ദിവസം ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ രക്ഷപ്പെടാം. പിന്നെയോ അതുപോലെ തന്നെ ദജ്ജാൽ പ്രത്യക്ഷപ്പെടുമ്പോ ഫിറാർ, ഓട്ടം, അവന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് മാറുക. ഇതൊക്കെ തന്നെയാണ് ഇത് സംബന്ധമായിട്ട് ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ വന്നിരിക്കുന്ന ഏതാനും കാര്യങ്ങൾ. ഇനിയും നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി ഉൾക്കൊള്ളുവാനും വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് നല്ലവരായി ജീവിച്ച് മരിച്ചു പോകാനും നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى ال محمد. ايها الناس اوصيكم ثانيا واياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഭക്ഷ്യ വസ്തുക്കളിൽ ഹറാം ഹലാലുമായ അനുവദനീയമല്ലാത്തതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രതിഷ്ഠകൾക്ക് വേണ്ടി അറുത്തത്, അത് ഇസ്ലാം അലൈഹി സ്വലാം നുബൂവത്തിന്റെ കാലഘട്ടം മുമ്പ്, അതായത് നുബൂവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രതിഷ്ഠകൾക്ക് വേണ്ടി അറുത്ത ഭക്ഷണമാണ് ഒരു കല്യാണ സദസ്സിൽ വിളമ്പിയത് എന്നറിഞ്ഞപ്പോൾ അവിടുന്ന് ഉടനെ തന്നെ നബി അത് ഭക്ഷിക്കാതെ എഴുന്നേറ്റ് പോകുന്നു. ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. എന്ന് പറഞ്ഞാൽ പാടില്ലാത്തത് ഏത് അവസരത്തിലും പാടില്ല. അത് നമുക്ക് യാതൊരു മടിയുണ്ടാകണ്ട. അതുകൊണ്ടാണല്ലോ പിന്നെ ഞാനൊരിക്കൽ സൂചിപ്പിച്ചല്ലോ,
ഭക്ഷണം കഴിച്ച് കൈ നക്കുന്നത് കണ്ടപ്പോ മാഹാദായ ഇത് എന്താ പറയാ, ജനങ്ങൾക്കിടയിൽ ഷെയിമില്ല നിനക്ക് കൈ നക്കാൻ എന്ന് ചോദിച്ചപ്പോ ഉമർദാൻ പൂർണ്ണമായി ഒന്നുകൂടി നക്കി. എന്നിട്ട് പറഞ്ഞു, അത്രുക്കു സുന്നത്ത ഹബീബി ഈ ബോഷന്മാരുടെ വിഡ്ഢികളുടെ മുന്നിൽ അള്ളാഹു റസൂലിന്റെ ചര്യ ഉപേക്ഷിക്കണം എന്നാണ് നിങ്ങൾ എന്നോട് പറയുന്നത്. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അത്തരം കാര്യങ്ങൾ ഭക്ഷിക്കാതെ തിന്നാതിരിക്കുക. ഖാലിബിൻ കസീർ കണ്ടപ്പോൾ നമ്മൾ ന്യായം പറയലെന്താ, വിധിശേഷം നടത്താം അല്ലേ, എങ്കിൽ ബിസ്മി എല്ലിയിട്ടുണ്ടാവില്ലേ. അത് തന്നെ ഇവിടെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ പ്രാമാണിക തഫ്സീറിൽ അദ്ദേഹം വിശദീകരിച്ചുള്ളത്, ബിസ്മി ചൊല്ലിയാലും അള്ളാഹു അല്ലാത്തവർക്ക് അറുത്തതാണെങ്കിൽ ഹറാം തന്നെയാണ്, അല്ലെങ്കിൽ തെറ്റാണ്, തിന്നാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ബിസ്മി ചൊല്ലി കള്ളുടിച്ച ഹലാലാവില്ലല്ലോ എന്ന് പറഞ്ഞത് പോലെയുള്ള ഒരു വശമാണ് അത്. ബേസിക്കലായിട്ട് തന്നെ ഹറാമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇതൊന്നും നോക്കാതെ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ ആരാധനാലയങ്ങളിൽ പോയി അവരുടെ ആചാരങ്ങൾ സ്വീകരിച്ച് വിവാഹം നടത്തുകയും അതുപോലെ തന്നെ അവരുടെ ഈ പൂജാതി കർമ്മങ്ങൾ നടത്തിയ ഭക്ഷണവും സാധനങ്ങളും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ഒരു മടിയില്ലാത്തൊരു കൗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പല പ്രദേശങ്ങളിലും നമ്മളുടെ ആളുകൾ. പക്ഷേ അതൊക്കെ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ. ഇനി മറ്റൊന്ന്, വളർത്ത് കഴുത, അതിനെ ഭക്ഷിക്കാൻ പാടില്ല എന്ന് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഖൈബർ യുദ്ധത്തിന്റെ അവസരത്തിൽ നബി വിരോധിച്ചതായിട്ട് റിജസുൻ, അത് നജസാണെന്ന് പറഞ്ഞതായിട്ട് കാണാം. എന്നാൽ കാട്ടുകഴുതയെ സംബന്ധിച്ചിടത്തോളം അബൂ ഖതാദ റളിയല്ലാഹു അൻഹു വേട്ടയാടി അദ്ദേഹം ഹജ്ജിന്റെ അവസരത്തിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു, അതിന് നബി അനുവാദം നൽകി എന്ന നിലക്ക് ഹദീസുകളിൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, വിസർജ്യം ഭക്ഷിക്കുന്ന ജീവികൾ, അവയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹ്മുൽ ഹയവാനാത്തി അല്ലത്തി തഅകുലു റിജ്സ വൽ അജില്ലത കമാ ഖാല, അതായത് അതിന്റെ പാല് കുടിക്കുകയോ അതിന്റെ മാംസം തിന്നുകയോ ചെയ്യാൻ പാടില്ല. ഇപ്പം കോഴി അതുപോലുള്ള ജീവികളൊക്കെ വൃത്തികെട്ട കാഷ്ടം പോലുള്ള ഭക്ഷിക്കുന്ന ജീവികളാണെങ്കിൽ അവയെ തിന്നാൻ പാടില്ല എന്നാണ്. ഇനി അത് 2-3 ഇമാം ഹാക്കിം ദാറഖുത്തിൻ ബൈഹഖി ധരിച്ച ഹദീസിൽ 10-40 ദിവസത്തോളം ശുദ്ധമായ ഭക്ഷണം അവ കഴിച്ചിട്ടുണ്ടെങ്കിൽ അനുവദനീയമാണ് എന്ന നിലക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശാരീരികമായ ആമാശയ സംബന്ധമായ കാര്യങ്ങളെയും അവന്റെ ശരീരത്തെയും ഒക്കെ ഇസ്ലാം ശുദ്ധീകരിക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി പറയുന്നതാണ്. സഹോദരങ്ങളെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ഖുതുബയിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായ ഇത്തരം കാര്യങ്ങളെല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കപ്പെടാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിലും വിഷമങ്ങളുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എപ്പോഴും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.